ഇന്ത്യ രാജ്യം മുഴുവൻ വായന ദിനം ആചരിക്കുന്നത് എന്നാണ്. ഇന്ത്യ രാജ്യം മുഴുവൻ വായന ദിനം ആചരിക്കുന്നത് ജൂൺ 19-നാണ്. ജൂൺ 19-നാണ് വായന ദിനം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാ ദിന ക്വിസ് LP UP വിഭാഗത്തിനായുള്ള തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വായനാ ദിന ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ ഇപ്പോൾ തന്നെ. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാം? PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാം? പുതുവായിൽ ഗോവിന്ദപിള്ള, ജാനകിയമ്മ. പുതുവായിൽ ഗോവിന്ദപിള്ള, ജാനകിയമ്മ എന്നിവരാണ് PN പണിക്കരുടെ മാതാപിതാക്കൾ. എഴുത്തും വായനയും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളെ അറിയിക്കാൻ PN പണിക്കർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. രാമായണം എന്ന മഹാകാവ്യം എഴുതിയ കവി? രാമായണം എഴുതിയത് വാൽമീകി. വാൽമീകി. മലയാളത്തിലെ പ്രശസ്തമായ രാമായണ കൃതിയായ അധ്യാത്മരാമായണം രചിച്ചതാര്? അധ്യാത്മരാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എന്ന സ്ഥാനം നൽകി നാം ആദരിക്കുന്നത് ആരെയാണ് അറിയാമോ? തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. ബോബനും മോളിയും എന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? ഉത്തരം ടോംസ്. ടോംസ് ആണ്. കുറ്റിപ്പെൻസിൽ എന്ന കൃതി ആരാണ് എഴുതിയത്? കുറ്റിപ്പെൻസിൽ എഴുതിയത് കുഞ്ഞുണ്ണി. കവി കുഞ്ഞുണ്ണി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? മഹാകവി വള്ളത്തോൾ. മഹാകവി വള്ളത്തോൾ. മിക്കി മൗസ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? മിക്കി മൗസ്. വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നി. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് JC ഡാനിയേൽ. JC ഡാനിയേൽ. തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ശില്പി അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കൃതി എഴുതിയതാര്? ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കൃതി എഴുതിയത് മുട്ടത്തു വർക്കി. മുട്ടത്തു വർക്കി. കുട്ടികൾക്ക് മാത്രമായുള്ള മാസികകളുടെ പേര് ചുവടെ തരുന്നു. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കളിക്കുടുക്ക, തത്തമ്മ, തളിര്, ബാലഭൂമി, മനോരമ, മലർവാടി. ഉത്തരം മനോരമ. മനോരമ ആഴ്ചപ്പതിപ്പ്. വികൃതിരാമൻ എന്ന കൃതി രചിച്ചത് ആരാണ്? വികൃതിരാമൻ രചിച്ചത് P. നരേന്ദ്രനാഥ്. P. നരേന്ദ്രനാഥ്. കുട്ടികൾക്കായി ചെണ്ട, പൂരം, അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര തുടങ്ങിയ കൃതികൾ രചിച്ചതാര്? ഉത്തരം CP പള്ളിപ്പുറം. CP പള്ളിപ്പുറം. മഞ്ചാടിക്കുരു, നെയ്പായസം, മിഠായി പൊതി, കുറിഞ്ഞിയും കൂട്ടുകാരും തുടങ്ങിയ ബാലസാഹിത്യ കൃതികൾ രചിച്ചതാര്? സുമംഗല. സുമംഗല രചിച്ച ബാലസാഹിത്യ കൃതികളാണിവ. ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്നീ കൃതികൾ എഴുതിയതാര്? നന്ദനാർ. നന്ദനാർ. സർക്കസ്, കിഷ്കിന്ധ, ജന്തുസ്ഥാൻ, ഉണ്ണികളെ ഒരു കഥ പറയാം തുടങ്ങിയ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ ആര്? മാലി. മാലിയുടെ കൃതികളാണിവ. വീട്ടുമുറ്റത്തെ തൈമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീഴുകെ കരഞ്ഞ അമ്മയെക്കുറിച്ച് പറയുന്ന മാമ്പഴം എന്ന കവിത രചിച്ചതാര്? വൈലോപ്പിള്ളി. കവി വൈലോപ്പിള്ളി. ആനവാരിയും പൊൻകുരിശും, മുച്ചിട്ടു കളിക്കാരന്റെ മകൾ, ബാല്യകാല സഖി തുടങ്ങിയ കൃതികൾ രചിച്ചതാര്? ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ചവയാണ്.
പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഇങ്ങനെ തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം മഹാകവി ഉള്ളൂർ. ഉള്ളൂർ ബേപ്പൂരിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ സാഹിത്യകാരൻ. ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. ഓമനത്തിങ്കൾ കിടാവോ, നല്ല കോമളത്താമരപ്പൂവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി. മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമ ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. വായനാ ദിന ക്വിസ് LP-UP ജയിക്കണോ മുഴുവൻ കാണൂ. മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം ബാലഭൂഷണം. ബാലഭൂഷണം. മലയാളികളുടെ കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ഉത്തരം ചിങ്ങമാസം. ചിങ്ങം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ ഉള്ളത് ഏതു താലൂക്കിലാണ്? ഏത് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ? തളിപ്പറമ്പ. തളിപ്പറമ്പ താലൂക്കിൽ. കേരളത്തിൽ ഏറ്റവും അധികം ലൈബ്രറികളുള്ള ഗ്രാമപഞ്ചായത്ത് ഏത്? മയ്യിൽ. മയ്യിൽ ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ല. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരൂർ. മലപ്പുറം ജില്ലയിലെ തിരൂർ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന പേരിലുള്ള പുസ്തകം എഴുതിയ ബാലസാഹിത്യകാരൻ? പ്രൊഫസർ എസ് ശിവദാസ്. പ്രൊഫസർ എസ് ശിവദാസ്. അദ്ഭുത വാനരന്മാർ, മാന്ത്രിക പൂച്ച, ടാഗോർ കഥകൾ തുടങ്ങിയ ബാലസാഹിത്യ കൃതികളുടെ രചയിതാവ് ആരാണ്? KV രാമനാഥൻ. KV രാമനാഥൻ. നിള എന്നുകൂടി പേരുള്ള കേരളത്തിലെ പ്രധാന നദി ഏതാണ്? നിള എന്നു പേരുള്ള നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയ്ക്കാണ്. സമാധാനത്തിന്റെ അടയാളമായി കാട്ടുന്ന നിറം ഏതാണ്? വെള്ള. വെള്ള നിറത്തെയാണ് സമാധാനത്തിന്റെ പ്രതീകമായി കാണിക്കുന്നത്. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വായനശാലയുടെ മുഴുവൻ പേരും സ്ഥലപ്പേരും ഒപ്പം നിങ്ങളുടെ പേരും കമന്റായി എഴുതൂ. ദാ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. കൂടുതലറിയാൻ തുടർന്നുള്ള വീഡിയോകളും കാണൂ. ഉണ്ണീസ് വിജയപാത. താങ്ക്സ് ഫോർ വാച്ചിങ്.